ഞാനിവിടെ വന്ന് പഠിച്ചു പോയതിൻ്റെ ശേഷം എനിക്ക് തോന്നി എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞാനൊരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട് ആരോണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. എക്സ്ട്രാ ആയിട്ടുള്ള ഒരുപാട് സ്കിൽസും ട്രെയിനിങ്ങുകളും നമുക്ക് തരുന്നുണ്ട്. വെറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് മാത്രമല്ല, പിന്നെ പ്രോഗ്രാംസ് ആയാലും അങ്ങനെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഒരു ഇൻ്റർവ്യൂ അങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടുന്ന് ആരോണ്ട് തന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂ വെച്ചിരുന്നു. ഓരോ സ്ഥലത്ത് പ്ലേസ് ആവും വരെ നമുക്ക് ആ ഒരു സപ്പോർട്ട് അവർ തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു ആരോണ്ട് എനിക്ക്. ഞാൻ ബേസിക്കലി ഫാഷൻ ഡിസൈനിങ് BSc കഴിഞ്ഞിട്ട് 6 വർഷം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തതാണ്. ആഫ്റ്റർ ഞാൻ ഡെലിവറിക്ക് ശേഷം ഒരു കരിയർ ഗ്യാപ്പ് വന്നപ്പോൾ പിന്നെ ഒരു ചെറിയൊരു കാലയളവിനുള്ളിൽ എങ്ങനെയാണ് ഒരു കോഴ്സ് എടുത്തിട്ട് പെട്ടെന്ന് ഒരു ജോലിയിൽ എങ്ങനെ എത്താമെന്നുള്ളത് നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ ഇൻസ്റ്റയിൽ അങ്ങനെ ആരോണ്ട് ഒരു പരസ്യം കണ്ടത്. അങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്ത് ഞാനത് പഠിച്ച 6 മാസത്തെ കോഴ്സായിരുന്നു. അത് പഠിച്ച് ഞാൻ ഇൻറ്റേൺഷിപ്പിന് കയറി 6 മാസമായിരുന്നു. നല്ല ഇൻറ്റേൺഷിപ്പായിരുന്നു. കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ പ്ലേസ്ഡ് ആയി. ഓക്കെ, അപ്പോൾ പ്രശ്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഐ മീൻ BScയിൽ ഫാഷൻ ഡിസൈനിങ് കംപ്ലീറ്റഡ് ആയി 6 ഇയേഴ്സ് ജോലി ചെയ്തു. അത് കഴിഞ്ഞ് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞു. സോ എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എന്നുള്ള രീതിയിൽ ചൂസ് ചെയ്യാനുണ്ടായിരുന്ന കാര്യം? ഞാനിപ്പം ഈ ഒരു കരിയർ ഗ്യാപ്പിന് ശേഷം ഒരു ചെറിയൊരു കാലയളവ് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ജോബ് പെട്ടെന്ന് നേടിയെടുക്കാമെന്ന് ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആരോണ്ട് ആഡ് ഞാൻ ഇൻസ്റ്റയിൽ കാണുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിച്ച് അങ്ങനെ ആ ഒരു ഫീൽഡ് എനിക്ക് ആദ്യം മുതലേ താല്പര്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫാഷൻ ഡിസൈനിങ് ചെയ്യുകയാണെങ്കിലും പണ്ട് മുതലേ എനിക്ക് ഈ ഹോസ്പിറ്റൽ ഫീൽഡിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് അതിലേക്ക് കൂടുതലായിട്ട് പോയില്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണ് നോൺ മെഡിക്കൽ ഫീൽഡിലേക്ക് കൂടുതൽ ഒരു ചാൻസ് വരാൻ തുടങ്ങിയപ്പോൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ ചൂസ് ചെയ്ത് അങ്ങനെ ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയത്. ഓക്കെ, കരിയർ ഗ്യാപ്പ് വന്നു എന്നാണല്ലോ. അപ്പോൾ എന്തായാലും ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ അക്കാഡമീസ് ഒക്കെ നോക്കിയിട്ടുണ്ടാവുമല്ലോ. സോ വൈ യു ചൂസ് ആരോണ്ട്? ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചിരുന്നു. അപ്പം എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയതും നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ അവരെ വെബിനാർസൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ ക്ലാസ്സുകളൊക്കെ എങ്ങനെ ഉണ്ടാവുന്നൊക്കെ വന്ന് നോക്കി. അങ്ങനെ എല്ലാം നല്ല രീതിയിലുള്ള റെസ്പോൺസും എനിക്ക് കിട്ടി. നല്ലൊരു ഇത് ഏഡൊക്കെ കണ്ടേരെയാണ് ഞാൻ ആരോണ്ട് തന്നെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് പഠിച്ചു പോയതിൻ്റെ ശേഷം എനിക്ക് തോന്നി എൻ്റെ സെലക്ഷൻ ഒട്ടും മോശമായിരുന്നില്ല എന്നുള്ളത്. ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയായിരുന്നു ആരോണ്ട് എനിക്ക്. ഇവിടുത്തെ ടീച്ചേഴ്സ് അതേപോലെ ഒരു ഫാക്കൽറ്റി സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പ്രശ്നം സംബന്ധിച്ച്? ഫാക്കൽറ്റീനെ പ്രത്യേകം എടുത്ത് പറയാണ്ട് നമുക്കൊരു ടീച്ചർ സ്റ്റുഡൻറ് എന്നുള്ളതിനപ്പുറം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മളിപ്പോൾ ഞാനൊരു കോളേജ് ലൈഫ് എൻജോയ് ചെയ്തതിനേക്കാൾ കൂടുതൽ ഇവിടെ എൻജോയ് ചെയ്തിട്ടുണ്ട് ആരോണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഒരു 6 മാസത്തെ കോഴ്സ് നമ്മളിപ്പോൾ ഞാൻ കയറി നേരത്തെ പ്രതീക്ഷിച്ചത് വരിക ക്ലാസ് എടുക്കുക. അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഞാൻ റെഗുലർ ബാച്ച് എടുക്കാനുള്ള മെയിൻലി കാര്യം തന്നെ നല്ല ഒരു ക്യാമ്പസ് കിട്ടണം എന്നുള്ള ഒരു ഇതുകൊണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ആ 6 മാസം പോയത് അറിഞ്ഞിട്ടില്ല. നമുക്ക് ചെറിയൊരു ഇതൊന്നുമല്ല, ഫുൾ എൻ്റർടൈൻമെൻറ്റ് തന്നെയായിരുന്നു. നമുക്ക് ക്ലാസ്സിനും അതേ കൂടെ പോയിട്ടുണ്ട്. പ്രോഗ്രാംസ് ആയാലും എല്ലാം വെറും ഒരു കോഴ്സ് എടുത്ത് പഠിക്കാമെന്ന് മാത്രമല്ല, എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിലൂടെ നമുക്ക് തന്നിരുന്നു. ഓക്കെ, വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. കുട്ടീനെ വെച്ചിട്ട് നമ്മളെങ്ങനെ ഈ ജോബിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവില്ല, അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? അതിൽ ഏറ്റവും വലിയ താങ്ക്സ് പറയുന്നത് എൻ്റെ ഫാമിലിയോടാണ്. എനിക്ക് ചെറിയൊരു മോളാണ്, 3 വയസ്സായി. അപ്പം മോളെ വെച്ചിട്ട് നോക്കുമ്പോൾ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമ്മൾ ടീച്ചേഴ്സ് എൻ്റെ ബാച്ചിൽ പഠിച്ച അധികം ഹൗസ് വൈഫ്സാണ്. അപ്പോൾ അവർക്ക് കുട്ടികളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളെ പ്രത്യേകമായിട്ട് ട്രെയിൻ ചെയ്യാനും ക്ലാസ്സുകൾ ഏത് ടൈമിൽ നമുക്ക് പറഞ്ഞു തരുമോ ഒക്കെ ചെയ്യും. ഇപ്പോൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ ആണെങ്കിൽ. അപ്പോൾ ഫാക്കൽറ്റീസിന് സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അത് മാനേജ് ചെയ്തു. ഓക്കെ, നമ്മളൊരു ഇന്റേൺഷിപ്പ് നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ആ ഇന്റേൺഷിപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് പ്ലേസ്മെന്റ് കിട്ടിയത്. സോ അതെങ്ങനെ നോക്കി കാണുന്നു? നല്ലതായിരുന്നു. നമ്മളിപ്പോൾ ഇന്റേൺഷിപ്പിൽ കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ജോബ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ആരോണ്ട് ആ ഒരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്റേൺഷിപ്പ് സപ്പോർട്ട് ആരോണ്ട് തരുന്നുണ്ട്. അവിടെ എനിക്ക് 6 മാസത്തെ ഇന്റേൺഷിപ്പ് ആയിരുന്നു. കഴിഞ്ഞിട്ട് അവിടെ തന്നെ എനിക്ക് കയറാൻ പറ്റിയ ഭയങ്കര
സന്തോഷം. ഇപ്പൊ ആരോണിൽ പഠിച്ചിറങ്ങിയത് വെച്ച് നോക്കുമ്പോൾ മോക്ക് ഇന്റർവ്യൂസും അതേപോലെ തന്നെ CV പ്രിപ്പറേഷനും അതേപോലെ ഒരു ജോബിലേക്ക് കയറുമ്പോൾ എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറണം, എന്തൊക്കെ കോർ വാല്യൂസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു തരുമോ, പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു? നമുക്ക് എടുത്ത് പറയാനുള്ളത് മോക്ക് ഇൻ്റർവ്യൂ. ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടുന്ന് ആരോൺ തന്നെ ഒരു മോക്ക് ഇൻ്റർവ്യൂ വെച്ചിരുന്നു. ആ ഒരു മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ മെയിൻ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ടെൻഷൻ നമുക്കുണ്ടാവില്ല. അത് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന്. പിന്നെ ഇൻറ്റേൺഷിപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഡിസിപ്ലിൻ്റെ കാര്യങ്ങളും ഇൻ്റർവ്യൂവിൽ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, പിന്നെ റെസ്യൂമേ ഉണ്ടാക്കുന്ന നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം സാറ് ഇവിടുന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ UR സെൻറ്ററിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എരഞ്ഞിപ്പാലത്ത്. സോ ഏത് പോസ്റ്റിലേക്കായിരുന്നു പ്രഷ്യ സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത്? ഞാനവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിരുന്നത് ഫ്രണ്ട് ഓഫീസിലേക്കാണ്. അവിടെ തന്നെയാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഡ്യൂട്ടീസ് കാര്യങ്ങളൊക്കെ വരുന്നത്? എനിക്ക് ഇപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷിഫ്റ്റുകളാണ്. നമുക്ക് അവിടെ 3 ഷിഫ്റ്റ് വരുന്നുണ്ട്. അത് അതിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ആരോണിലെ പ്ലേസ്മെന്റ് വിഭാഗത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലൈക്ക് നിങ്ങൾക്ക് കിട്ടിയ സപ്പോർട്ടും അതേപോലെ തന്നെ അസിസ്റ്റൻസും എങ്ങനെയായിരുന്നു? അത് നിങ്ങൾ എങ്ങനെ നോക്കി കാണുന്നുണ്ട്? നമുക്ക് നല്ല സപ്പോർട്ടാണ് പ്ലേസ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയത്. നമ്മളെ സീനിയേഴ്സ് ആയാലും എൻ്റെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആയാലും ഓരോരുത്തരും ഓരോ സ്ഥലത്ത് പ്ലേസ് ആവും വരെ നമുക്ക് ആ ഒരു സപ്പോർട്ട് അവർ തന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ടായാലും അവർക്ക് ഒരു ജോബിലേക്ക് അവർ കയറുന്നവരെ അവരൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ആരോണിൽ പഠിക്കാൻ വരുന്ന കുട്ടികളോട്, അതായത് ഇപ്പോൾ പല പല കോഴ്സസ് പഠിച്ചിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറേ കുട്ടികളുണ്ട്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്നറിയില്ല, ബട്ട് ആരോണിലേക്ക് വരാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകവും ഇനി വരാനുള്ള കുട്ടികളെ പ്രേരിപ്പിക്കുന്ന ഘടകവും എന്താണ്? മെയിൻലി വേറൊരാൾക്ക് പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻലി നമ്മളെ ക്ലാസ് ടീച്ചേഴ്സ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഒരു ക്ലാസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ക്ലാസ്സിനെ ഉപരി എക്സ്ട്രാ ആയിട്ടുള്ള ഒരുപാട് സ്കിൽസും ട്രെയിനിങ്ങുകളും നമുക്ക് തരുന്നുണ്ട്. വെറും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് മാത്രമല്ല, പിന്നെ പ്രോഗ്രാംസ് ആയാലും അങ്ങനെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. പിന്നെ ടീച്ചേഴ്സും പറയാൻ പറ്റില്ല, നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമുക്ക് നല്ല സപ്പോർട്ട് തന്നിട്ട് നമ്മളെ പഠിപ്പിക്കും. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നതിനുപരി ആയിട്ടുള്ളതായിരിക്കും. അപ്പം നല്ല ക്ലാസ്സസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരാൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ആരോൺ തന്നെ ബെസ്റ്റ് എന്നുള്ളത് ഞാൻ